ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു യു ഡ്രാമ വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് താൻ ടൈപ്പിന്റെ നെക്സ്റ്റ് എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ പിള്ളേരെണ്ണം സെറ്റായി അവരെ ഹാപ്പി ആയിട്ടാണ് നിർത്തിയത്. ഈ എപ്പിസോഡിൽ എന്താണെന്ന് പോയി നോക്കിയാലോ. എപ്പിസോഡ് തുടക്കി തന്നെ കാണിക്കുന്നത് നമ്മുടെ ടെക്നോ ആണെങ്കിൽ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടോട്ട് നമ്മുടെ താനും ടൈപ്പും ചിരിച്ചു കളിച്ച് ഒന്നിച്ചു വരുന്നു. ഇത് കണ്ടിട്ട് ടെക്നോക്ക് ഷോക്ക്. എന്ത് പറ്റിയുടെ രണ്ടുപേരും കൂടെ ഒന്നിച്ചു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയും, ഞങ്ങളിപ്പോ ഒന്നിച്ച് വന്നെന്ന് പറഞ്ഞ എന്താടാ, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആയെന്ന് വിചാരിച്ചോ എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ടെക്നോക്ക് ഒന്നും കൂടെ ഷോക്കാണ്. എന്ത് ഫ്രണ്ട്സാ? ആടാ, സത്യം പറഞ്ഞ ഇത് കേൾക്കുമ്പോ നീ സന്തോഷിക്കാൻ വേണ്ടത്. കാരണം ഇനി തൊട്ട് ഇവനെ കുറിച്ചുള്ള കുറ്റമൊന്നും ഞാൻ നിന്നോട് വന്ന് പറയത്തില്ലല്ലോ എന്ന് പറയും. ഫ്രണ്ട്സ് ആയതൊക്കെ സന്തോഷം തന്നെ, പക്ഷെ ഇത് കുറച്ച് ഓവറാണോ എന്നൊരു സംശയം എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ മൂന്നുപേരും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ട് ചാമ്പ് ഓടി വരും. ഓടി വന്നിട്ട് പറയും, ഹേയ് ടൈപ്പ്, നീ എന്ത് പരിപാടിയാ കാണിച്ചത്? ആരാടാ നിന്റെ ഗേൾ ഫ്രണ്ട് എന്ന് വെക്കും. ഇത് കേൾക്കുമ്പോ ടെക്നോക്ക് വീണ്ടും ഷോക്കാ. ഷോക്കിന് മേലെ ഷോക്കാണ് ചെറുക്കിന്. എന്ത് ടൈപ്പിന് ഗേൾ ഫ്രണ്ടോ? നീ എന്തുവാടേ പറയുന്നത്? ആടാ, എന്നോടിപ്പം ബൂഫയാണ് വിളിച്ചിട്ട് പറഞ്ഞത്. ഇവൻ ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, എന്നിട്ടാണ് അവൻ ഡേറ്റിന് പോയത്. എന്തിനാടാ നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ പിന്നെ നീ ഡേറ്റിനൊക്കെ പോയത്? അവളെ എന്നെ വിളിച്ച് പൊരിച്ച് ദൈവത്തെ ഓർത്ത് നീ എങ്ങാനും ഇനി അവളെ വിളിച്ചിട്ട് സോറി ഒന്നും പറഞ്ഞേക്കരുത്. പിന്നെ അവിടെ വായിരിക്കുന്ന മുഴുവൻ കേൾക്കണമെന്നുണ്ടെങ്കിൽ നീ വിളിച്ച് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നൊന്നും നീ പറഞ്ഞേക്കരുത് എന്ന് പറയുന്ന കേൾക്കുമ്പോഴേക്കും ടെക്നോ ആണെങ്കിൽ ഒരുമാതിരി ഇങ്ങനെ ടൈപ്പിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പോട്ടെ ടൈപ്പ്, നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ, ഞങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. നീ എന്താ നിന്റെ ഗേൾ ഫ്രണ്ടിനെ ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താന്ന് പറഞ്ഞ് ചാമ്പ് എന്തൊക്കെയോ പറയുവാണ്. ഇത് കേട്ടിട്ടാണെങ്കിൽ ടൈപ്പിന് വയ്യ. ടൈപ്പാണെങ്കിൽ കണ്ണും തള്ളിയിരിക്കുക. ആരെയാത് പറയും ഗേൾ ഫ്രണ്ട്? പിന്നെ ഗേൾ ഫ്രണ്ട്, പിന്നെ എന്റെ ഗേൾ ഫ്രണ്ട് ഒക്കെ ആരാന്ന് ഞാനെന്താ നിങ്ങളോട് പറയുന്നത് എന്ന് പറയും. ചാമ്പ് കലിപ്പായിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് പോകും. പക്ഷെ നമ്മുടെ ടെക്നോക്ക് കാര്യം ഏകദേശം ഒക്കെ പിടികിട്ടി. ഇവനാണെങ്കിൽ ടൈപ്പിനെ തന്നെ ഇങ്ങനെ ഒരുമാതിരി നോക്കിയിരിക്കുക. പക്ഷെ നമ്മുടെ താനാണ് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലെന്നും പറഞ്ഞ് മാറിയിരുന്ന് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുക. ഇവനിങ്ങനെ ഒരുമാതിരി നോക്കുന്നത് കണ്ട ഉടനെ ടൈപ്പിക്കും, എന്താടാ നീ ഇങ്ങനെ എന്നെ ഒരുമാതിരി കുറുകുറാന്ന് പറഞ്ഞ് നോക്കുന്നതെന്ന് ചോദിക്കുമ്പം പറയും, അത് പിന്നെ എന്റെ ഊഹം ശരിയാണെങ്കിൽ ആ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നത് എന്നും പറഞ്ഞ് ടെക്നോ പറയാൻ വരുമ്പോ ഉടനെ തന്നെ താൻ എന്ത് ചെയ്യും, ഒരു ജ്യൂസ് എടുത്ത് കുടിച്ചിട്ട് പറയും, അയ്യോ ജ്യൂസ് കുടിക്കടാ, നിനക്ക് ദാഹിക്കത്തില്ല, എന്നാ ജ്യൂസ് കുടിയെന്ന് പറയുന്ന ജ്യൂസ് എടുത്ത് കുടിക്കുമ്പോഴോർക്കും, നീ നമ്മൾ പറഞ്ഞോണ്ടിരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. പിന്നെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നത് എന്ന് പറയുമ്പോഴേക്കും ടൈപ്പ് എന്ത് ചെയ്യും, വേറൊരു ജ്യൂസ് എടുത്ത് കുടിച്ചിട്ട് പറയും, ഇന്നാളെ നീ കുടിച്ചു, നിനക്ക് തൊണ്ടയൊക്കെ വരണ്ടിരിക്കുമായിരിക്കും, നിനക്ക് ദാഹിക്കത്തില്ല, എന്നാ നീ കുടിക്കടാ, കുടിച്ചിട്ട് പറയടാന്ന് പറയും. പിന്നെ ഫുഡ് കണ്ടാ വിടും, അപ്പൊ തന്നെ ആ ജ്യൂസ് മേടിച്ച് കുടിക്കുമ്പോഴോർക്കുന്നു, ഇവന്മാർ രണ്ടും കൂടെ എനിക്കിട്ട് പണിയുവാന്ന് ഓർത്തിട്ട് പിന്നേന്ന് പറഞ്ഞിട്ട് പറയും, ആ ഗേൾ ഫ്രണ്ട് എന്ന് പറയാൻ വരുമ്പോഴേക്കും കറക്റ്റ് ചാമ്പ് തിരിച്ചരും. ഓ പോട്ര, ഇവന്മാരോട് ചോദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെക്നാണെങ്കിൽ ഭയങ്കര കലിപ്പായിട്ട് വെറിയായിട്ട് ഇരിക്കുകയാണ്. ചോദിക്കാൻ പറ്റിയില്ലല്ലോ, സത്യമാണോ എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരുമാതിരി ഇരിക്കുന്നത് നമ്മുടെ ടെക്നോട് എടുത്തോട്ട് താൻ ചെന്നിട്ട് പറയും, ഏയ് മോനെ, നീ ഒരു കാര്യം ഇപ്പൊ ഊഹിച്ചില്ലേ, നീ ഊഹിച്ച കാര്യം ശരിയാണ് എന്ന് പറയും. ഇത് കേൾക്കുമ്പോ ടെക്നോക്ക് കത്തേന്ന് പറഞ്ഞ് ടെക്നോ ഷോക്കിന് മേലെ ഷോക്കായിട്ട് ഇരിക്കുകയാണ്. താനിങ്ങനെ പറഞ്ഞ ടൈപ്പ് ഒരുമാതിരി ചിരിക്കും. ഉടനെ താൻ പോവാന്ന് പറഞ്ഞ് പോകാൻ വരുമ്പോ ടൈപ്പ് പറയും, പിന്നെ ഇന്ന് പോയിട്ട് നീ നേരത്തെ പറഞ്ഞു, ഇന്ന് നമുക്ക് ഡാമിന്റെ എഗ്രിമെന്റ് ചെയ്യാനുള്ളതാണെന്ന് പറയും. ഇവര് പുതിയ വീട് എടുത്ത് മാറാൻ പോകല്ലേ, ഇതിന്റെ എഗ്രിമെന്റ് ചെയ്യാനുള്ളതെന്ന് പറയും. ഇതും കൂടെ കേൾക്കുമ്പോ ടെക്നോക്ക് ഈ എപ്പിസോഡ് ഫുള്ള് ഷോക്കിന് മേലെ ഷോക്കാണ്. ഒരക്ഷരം പോലും മിണ്ടാതെ എന്തുവാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള രീതിയിൽ ചെറുക്കൻ വട്ടായിട്ടിരിക്കുകയാണ്. ഇവിടെ നേരെ സീൻ കെട്ടിയത് കാണിക്കുന്ന അന്ന് രാത്രി നൈറ്റ് താനും ടൈപ്പും കൂടെ അപ്പുറത്തെ മുറിയിട്ടായിട്ട് ഓടി ചെന്ന് കൊട്ടും. ഉണ്ണേനെ വന്ന് ഡോറ് തുറക്കുന്ന ആ ഒളിഞ്ഞു കേൾക്കുന്നവനാണ്. ഉണ്ണേനെ പറയും, എന്താന്ന് ചോദിക്കുമ്പോൾ പറയും, നീ മറ്റവനെയും കൂടെ വിളിക്കുന്ന പറയും. അതായത് ആ കേപ്പോ പൈത്തിയില്ല, അവനെയും കൂടെ വിളിക്കുന്ന പറയും. അവൻ വന്നോണ്ടെനിക്ക് ക്ലാസ് എല്ലാം കഴിഞ്ഞ് ലീവ് ആയല്ലോ, നിങ്ങളാരും വീട്ടിൽ പോകുന്നില്ലെന്ന് ചോദിക്കുമ്പോ പറയും, അത് പറയാനാ വന്നത്, ഞങ്ങൾ ഇവിടുന്ന് പോവാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോഴേക്ക് ഏറ്റവും ഷോക്ക് എന്ന് പറയുന്ന ഒളിഞ്ഞു കേൾക്കുന്നവനാ, ഇവര് പോകുവാണെന്നോ. അവന് പിന്നെ കഥയൊന്നും കേൾക്കാൻ പറ്റത്തില്ലല്ലോ. പോവാന്നോ, നിങ്ങൾ എവിടെ പോടാ? എങ്ങും പോലടാ, സമാധാനമായിട്ടൊന്ന് ആലോചിക്കടാ, കോളേജൊന്നും വിട്ടിട്ട് പോകല്ലേടാന്ന് പറഞ്ഞിട്ട് അവനായിട്ട് എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുക. ഇത് കേട്ടിട്ട് കേപ്പോ പറയേ, ഒന്നും മിണ്ടായിരിടാ സമാധാനമായിട്ട്, അവരെന്താ പറയാൻ വന്നതെന്നൊന്ന് കേൾക്കട്ടെ എന്ന് പറയും. ടൈപ്പ് നിങ്ങൾ പറയുന്ന പറയും. ഉടനെ ടൈപ്പ്, ഞങ്ങൾ കോളേജ് ഒന്നും വിട്ടിട്ട് പോകലടാ, ഈ ഹോസ്റ്റലിൽ നിന്ന് മാറുന്നുള്ളൂ, പുറത്തൊരു വീട് റെന്റിനെടുത്ത് ഞങ്ങൾ താമസിക്കാൻ പോകാന്ന് പറയുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഷോക്കാണ്. കാരണം എപ്പോഴും ഇവന്മാരടിയല്ലേ, ഇവന്മാർ മുറിന്ന് എപ്പോഴും ബഹളമല്ല, ഇവന്മാര് പുറത്തൊരു റൂം എടുത്ത് താമസിക്കാന്ന് പറയുമ്പോഴേക്കും എങ്ങനെ നടക്കും എന്നുള്ള രീതിയിൽ ഇവര് ഷോക്കായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ആ ഒളിഞ്ഞു നിൽക്കുന്നവൻ അത്ര ഷോക്കൊന്നും ഇല്ല. കാര്യം അവന് കാര്യങ്ങൾ ഏറെക്കുറെയൊക്കെ അറിയാം. പിന്നെ ഇവര് പോകുവാണല്ലോ, ഇനി കാര്യങ്ങളൊന്നും കേൾക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ അവന്റെ മുഖത്ത്. എന്തുവാടാ പറയുന്നത്, നിങ്ങൾ പോവാന്നോ? നിങ്ങളല്ലേ പറയുന്നത്, എപ്പോഴും ഞങ്ങൾ വഴക്കുണ്ടാക്കി നിങ്ങൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്, അതുകൊണ്ട് ഞങ്ങൾ പോവാണെന്ന് പറയും. ഭയങ്കര സൗണ്ടാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ പോകാൻ പോകുന്ന സൗണ്ട് പ്രൂഫ് ഉള്ള വീട്ടിലോട്ടാണോ എന്ന് പറഞ്ഞിട്ട് കളിയാക്കും. അതായത് അവന് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാലോ, സൗണ്ട് പ്രൂഫ് എങ്ങനെ. ഈ ഒളിഞ്ഞു കേൾക്കുന്ന ചെറുക്കനെന്തേ ഉണ്ണാനെ താൻ്റെ ടൈപ്പിന്റെ കൂടെ കൈ ഒന്നിച്ചു വെച്ചിട്ട് നിങ്ങളുണ്ട് എപ്പോഴും എണ്ണ വിരിയാതിരിക്കണം, എപ്പോഴും ഒന്നിച്ചായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കും. ഇത് കേൾക്കുമ്പോഴേക്കും ടൈപ്പ് പറയടാ, ഞങ്ങൾ ഈ ഹോസ്റ്റലിൽ വിട്ടാ പോകുന്നത്, അല്ലാതെ റൂം അല്ലടാ, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കി ആ സൗണ്ട് കേട്ട് എനിക്കതങ്ങ് ശീലമായിപ്പോയി, ഇനി നിങ്ങളെ എനിക്ക് കാണാൻ പറ്റത്തില്ല,
നിങ്ങൾ വഴക്കുണ്ടാക്കുന്ന എനിക്ക് കേൾക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവനൊരു കരച്ചിലങ്ങോട്ട് തുടങ്ങും. ഇവൻ കരയുന്നതിന്റെ കാര്യം നമുക്കേ അറിയത്തുള്ളൂ. എന്താ അപ്പുറത്ത് നടക്കുന്ന സീ മൊത്തം ഇവൻ ചെവി കൊണ്ട് കേട്ടോണ്ടിരിക്കുകയാണ്. ആ സുഖം ഇനി അവൻ അവിടെ കിട്ടത്തില്ലല്ലോ. അതോർത്താണ് ചെറുക്കൻ കരയുന്നത്. ഇത് കേട്ടതും കേപ്പോ ഒന്നും മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞിട്ട് അവനെ ഭയങ്കരമായിട്ട് നിർത്തും. ഇവൻ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തമ്മിൽ ഒരു പണിയാക്കുമെന്നും പറഞ്ഞിട്ട് നമ്മുടെ താനും ടൈപ്പ് എന്ത് ചെയ്യും, ശരി ഞങ്ങൾ പോയിട്ട് വരാമെന്നും പറഞ്ഞ് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങും. താനും ടൈപ്പും പോയിട്ട് ഈ ഒളിഞ്ഞു കേൾക്കുന്ന ചെറുക്കന് സങ്കടം പറഞ്ഞില്ല. ഭയങ്കരമായിട്ട് ഇന്ന് കരഞ്ഞ് വിഷമിക്കുന്ന കാണുമ്പോൾ കേപ്പോ പറയും, നീ എന്ത് വടെ കാണിക്കുന്നത്, നാളെ വീട്ടിൽ പോകണ്ടേ, മര്യാദക്ക് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്ന പറയുമ്പോൾ എന്താണെന്ന് അറിയത്തില്ലടാ, എനിക്ക് വല്ലാത്തൊരു സങ്കടം, എന്റെ മക്കളെയൊക്കെ കല്യാണം കഴിച്ച് ദൂരോട്ട് അയക്കുന്ന പോലത്തെ ഒരു സങ്കടമാടാ, എനിക്ക് സങ്കടം വരുന്നതെന്ന് പറയുമ്പോൾ ഓ മറ്റുള്ളവരുടെ കാര്യമെല്ലാം കൂടെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. ആരൊക്കെ ഇവിടെ പോകുന്നുണ്ടെന്ന് ചുറ്റിനുള്ള ആൾക്കാരുടെ കാര്യമെല്ലാം ആലോചിക്കും. പക്ഷെ കൂടുള്ളവരുടെ മനസ്സ് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മാസ ഡയലോഗ് അങ്ങോട്ട് അടിക്കും. എങ്ങനെയുണ്ട് ചെറുക്കന്റെ മനസ്സിൽ അപ്പൊ എന്തോ ഉണ്ട്, ഇവൻ അത് മനസ്സിലാക്കുന്നില്ല. അതിനുള്ള സമയം അവനില്ലല്ലോ. അവൻ എപ്പോഴും ഭിത്തിക്കകത്ത് ചെവിയും വെച്ചോണ്ടിരിക്കുമല്ലേ, ഇവരെ നോക്കാൻ അവന് നേരം ഇല്ലല്ലോ. അടുത്ത സീസണിലെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണാം. എന്തുവാടാ നീ ഈ പറയുന്നത്, അടുത്തുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കണമെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. ഓ ഈ മന്ദബുദ്ധിയോടും കിഴങ്ങനോടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ വേറെ എന്തോ ഒരു ഇഷ്ടമാണ് എന്നുള്ള രീതി വേറൊരു ഭാഷ പറയും. ഇത് കേട്ടത് മറ്റോ എന്തുവാ അതുവാ ഇതുവാ ഇത് പറഞ്ഞിട്ട് അവനും കിളി പോയിരിക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞ മനസ്സിലായോ, എനിക്ക് അവക്ക് പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു വിട്ടത്. ക്ഷമിക്കണം, കുഞ്ഞുമോന്റെ കുഞ്ഞു ബുദ്ധി അങ്ങോട്ട് വർക്ക് ചെയ്യുന്നില്ല. അതായത് മറ്റവൻ കൊറിയനും മറ്റവൻ ചൈനീസും. അപ്പൊ ചൈന ഭാഷ ഇവൻ അറിയത്തില്ല. അപ്പൊ ചൈനയിൽ ഇവൻ പറയും എനിക്ക് ഇഷ്ടമാണെന്ന്. മറ്റവന് ചൈന അറിയാത്തതുകൊണ്ട് അവന് മനസ്സിലാത്തില്ല. അവൻ വായി തുറന്നിരിക്കും. അത്രേ ഉള്ളു സംഭവം. ചൈന എനിക്ക് മനസ്സിലാകാത്ത കാരണം ഞാനും വായി തുറന്നിരുന്നു. അത്രേ ഉള്ളു, വേറെ എന്തും ഇല്ല. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ താനും ടൈപ്പും റൂമിൽ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. താനാണ് കുറെ നേരമായിട്ട് ഭയങ്കര സന്തോഷമായിട്ട് അങ്ങ് ചിരിക്കും. ഇവനിങ്ങനെ കുറെ നേരം ചിരിക്കുന്ന കണ്ട ടൈപ്പ് വയ്ക്കും. എന്ത് പറ്റി ചിരിക്കുന്ന, കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. ഒന്നുമില്ലടാ, അതൊന്നും ഇല്ല. പിന്നെ നമ്മളെ കുറിച്ച് ഇന്ന് ടെക്നോയോട് നീ പറഞ്ഞല്ലോ, അക്കാര്യം ഓർത്തിട്ട് ഞാൻ ചിരിച്ചാണ് എന്ന് പറയും. ഓ അതിലിപ്പോ എന്താടാ ഇത്, എന്നായാലും അവൻ ഇതൊക്കെ അറിയും, അതുകൊണ്ട് ഞാൻ അവനോട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അവനല്ലാതെ വേറെ ആരും ഇത് അറിയാൻ പാടില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മൾ പുതിയ വീട്ടിലോട്ട് പോയി കഴിയുമ്പോഴേക്കും ഞാൻ എന്റെ വീട്ടിൽ പോയി അച്ഛനെ കാണാൻ പോകും, ചെല്ലാന്ന് ഞാൻ പ്രോമിസ് ചെയ്തതാണ് എന്ന് പറയും. ഇത് കേട്ടത് താനാണ് ഒരുമാതിരി ചിരിച്ചിട്ട് പറയും, ഓഹോ പൊന്നാരി വീട്ടിൽ പോയി അച്ഛനെ കാണാൻ പോവാണോ എന്ന് ചോദിക്കും. ഇപ്പനാണ് കളിയോട്ട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പേര് വിളിച്ച് എന്നെ കളിയാക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ തമാശക്ക് അടുത്തോട്ട് വരുമ്പോഴേക്കും ആഹാ നീ വഴക്കുണ്ടാക്കാൻ വരുവാണോ എന്ന് പറഞ്ഞിട്ട് ആ കിട്ടിയ തക്ക മുതലാക്കാന്ന് വെച്ച് താനെന്ത് ഈ ഹഗ് ചെയ്യാൻ വരും പറയാ, നിർത്ത് ഇതൊന്നും വേണ്ട, നമ്മൾ പാക്ക് ചെയ്തോണ്ടിരിക്കുമല്ലോ, അത് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഭയങ്കര റൊമാൻസ് ആയിട്ട് പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവരുടെ റൊമാൻസ് രക്ഷയില്ലല്ലോ, ഓരോ ദിവസവും നല്ല ദിവസമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ 1.5-2 മാസം കഴിഞ്ഞ് വന്ന എപ്പിസോഡ് ഇട്ടാൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകാനാ അല്ലേ, അത് തെറ്റെന്റെയാണ്, സോറി. പക്ഷെ ഞാൻ ആദ്യം തൊട്ടുള്ള എപ്പിസോഡ് കണ്ടിട്ട് റെക്കോർഡ് ചെയ്തോണ്ട് എനിക്ക് പെട്ടെന്ന് കിട്ടും. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പോയി ആദ്യം തൊട്ട് കണ്ടിട്ട് ഇത് കാണും. സോറി. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കാം. നമ്മുടെ ടൈപ്പ് പറഞ്ഞതുപോലെ തന്നെ അവൻ വീട്ടിൽ പോവാണ്. വീട്ടിൽ ചെന്നതും കടലിനടുത്ത് നിന്ന് ഭയങ്കര ഒച്ചത്തിൽ കിടന്ന് കാറും. ഇത് കണ്ടോണ്ട് അച്ഛൻ പുറകെ വന്നിട്ട് പറയും, എന്താടാ പഠിച്ച് നിന്റെ തലയ്ക്ക് വല്ല കിളി പോയിരിക്കുവാണോ, നീ എന്തിനാ ഇങ്ങനെ കടലിൽ നോക്കി ഭയങ്കരമായിട്ട് കറന്നതെന്ന് ചോദിക്കും. പറയും എന്റെ ബുദ്ധിമുട്ടും ഫ്രസ്ട്രേഷൻ എല്ലാം ഞാൻ ഒച്ച വെച്ച് കളയാന്ന് പറയും. ഓഹോ ഫ്രസ്ട്രേഷൻ ഒക്കെ ഇങ്ങനെ ഒച്ച വെച്ച് കഴിഞ്ഞാൽ മാറുമോ, ഇതേ സമയം നിനക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ അവളോട് പറഞ്ഞിട്ട് നിന്റെ ബുദ്ധിമുട്ടും ടെൻഷനും എല്ലാം മാറത്തില്ലായിരുന്നു എന്ന് പറയും. നല്ല അച്ഛനല്ല, അച്ഛനായ ഇത് വേണം. മറ്റേ ഒരാഴ്ചത്തേക്കെങ്കിലും വാടകയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരു 5-6 ഡേറ്റിംഗ് ഒക്കെ ചെയ്യായിരുന്നു. എന്ത് ചെയ്യാനാ, ഇതിനെയൊക്കെ കാണുമ്പോഴാ വീട്ടിൽ ഇരിക്കുന്നതിനൊക്കെ എന്ന് പറയണ്ട. സുരാജ് പറയുന്ന പോലെ ഇത് കേട്ടത് നിങ്ങൾ വിചാരിക്കും ഓ 5-6 ഡേറ്റിംഗ് ക്ലോസ് ടു കോഴിയായിരിക്കും. അല്ല, ഒരാഴ്ചക്കത്തേക്കല്ലേ കിട്ടത്തുള്ളൂ. അപ്പൊ മാക്സിമം നമ്മളത് യൂസ് ചെയ്യുക. അതുകൊണ്ട് പറഞ്ഞു കേട്ടോ, വെറുതെ ഫണ്ണിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. എല്ലാരും എനിക്ക് മെസ്സേജ് അയച്ചു, കുറെ പേര് എല്ലാരും ലൈവ് വന്നല്ലോ, ചേച്ചി എന്താ ലൈവ് വരാത്ത. നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടോ ഈ ചോദ്യം എന്നോട് ചോദിക്കാൻ? വീഡിയോ ഇടാൻ എനിക്ക് സമയമില്ല, അപ്പോഴാണ് ലൈവ് വരാനായിട്ട്. എന്നെ നിങ്ങൾക്ക് അറിയത്തില്ല. ഓക്കെ ശരി, നമുക്ക് നേരെ സ്റ്റോറിലോട്ട് വരാം. അച്ഛനാണ് ഭയങ്കര കലിപ്പായിട്ട് പറയും, നിനക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, നിന്റെ പ്രശ്നങ്ങളൊക്കെ ഗേൾ ഫ്രണ്ടിനോട് പറയാൻ മേലായിരുന്നു, അവളെ നിന്നെ സമാധാനിപ്പിക്കത്തില്ല, നിന്റെ പ്രായത്തിൽ ഞാനൊക്കെ എന്തുവായിരുന്നെന്ന് അറിയാമോ എന്ന് പറയുമ്പോഴേക്കും അതൊക്കെ പോട്ടെ, അതവിടെ ഇരിക്കട്ടെ, നീ എപ്പോഴാ തിരിച്ചു പോകുന്നത്? അത് കൊള്ളാം അച്ഛാ, ഞാൻ വീട്ടിലോട്ട് വന്നതേ ഉള്ളൂ, അകത്തോട്ട് കയറി പോലും, അതിന് മുമ്പ് പോകണം. ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നെന്തോന്ന് അറിയാമോ, ഒരു യൂട്യൂബിൽ എന്തോ ഒരു ഷോർട്ട് വീഡിയോ ആണോ ഷോർട്ട് ഫിലിം ആണെന്ന് തോന്നുന്നു, ഞാൻ കണ്ടൊരുത്തൻ ഗൾഫിൽ നിന്ന് വരുമ്പോഴേക്കും വഴിയിലിരിക്കുന്ന ഒരാൾ ചോദിക്കും, ആ മോനെ നീ എവിടത്തെ വീട്ടിലെ ചെറുക്കല്ലേ, നീ ഗൾഫിലല്ലായിരുന്നോ, നീ വന്നയാണോ? ഞാൻ വന്നയാ. എപ്പോഴാ പോകുന്നത്? ഞാനേ വന്നതേ ഉള്ളു, വീട്ടിലോട്ടൊന്ന് കയറി എന്റെ വെറ്റതല്ല ഒന്ന് കണ്ടോട്ടെ, എന്നിട്ട് ഞാൻ പോയാ പോരേത്. ഇത് ഓർമ്മ വന്നിട്ട് ഞാൻ റെക്കോർഡ് ഓഫ് ചെയ്ത് വെച്ചിട്ട് കുറെ നേരം കിടന്ന് ചിരിച്ചത് ഓർത്തിട്ട്. അച്ഛാ ഞാൻ വീട്ടിലോട്ട് വന്നല്ലേ ഉള്ളു, ഞാനൊന്ന് കേറിക്കോട്ടെ, അതിനെക്കാട്ട് മുമ്പ് എന്നെ പറഞ്ഞുകൊണ്ടൊന്ന് ചുമ്മാ ഞാൻ ചോദിച്ചെന്നേ ഉള്ളു. എങ്ങനെയൊക്കെയോ വാശിയൊക്കെ പിടിച്ച് ഹോസ്റ്റലിൽ നിന്ന് വേറെ വീടെടുത്ത് താമസിക്കുക. പിന്നെ നിന്റെ കൂടെ ഒരു ചെറുക്കൻ താമസിക്കുന്നെന്ന് പറഞ്ഞില്ല, അവനാളെങ്ങനെയാന്ന് ചോദിക്കും. അവനെ കുറിച്ച്
പ്രത്യേകിച്ചൊന്നും പറയാനില്ല അച്ഛാ. അവനാളെങ്ങനാണെന്നോ അവനെ കുറിച്ചൊന്നും പറയാനില്ലെന്താ. അയ്യോ, ഈ ഡയലോഗ് കേട്ടപ്പോഴേക്കും എന്റെ മനസ്സിൽ ആദ്യം വന്നത് ഐസ് ക്യൂബ് ആണേ. ഐസ് ക്യൂബ് കൊണ്ടുള്ള കലാപരിപാടികൾ അവരെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ലത്. ഐസിനൊക്കെ ജീവിതത്തിൽ ഇത്രയും പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ താൻ ടൈപ്പ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഐസ് ക്യൂബിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അല്ലേ? ഓർമ്മയില്ലെങ്കിൽ അതിനെ കാരണക്കാരി ഞാനാ, സോറി. പിന്നെ ടൈപ്പ് ഉണ്ടേ പറയാം, അവനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവൻ കാണാൻ നല്ല രസമാണ്, ഒരു പാവമാണ്, അധികം ആരോടും സംസാരിക്കത്തൊന്നുമില്ല, ഭയങ്കര ഹാൻസം ആയിട്ടൊരു ആളാണ്. അവൻ അങ്ങനെ ഇങ്ങനെയൊന്നും ദേഷ്യം വരത്തില്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവനെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. പിന്നെ പറയുകയാണെങ്കിൽ എന്തു വെച്ചാ അവനാണെങ്കിൽ ഒരുമാതിരി വാശിയാണ്. നമ്മളൊരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവനത് ചെയ്തിരിക്കും. എന്റെ തുണി കഴുകണ്ടെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് അവൻ കഴുകിടും. എനിക്ക് വേണ്ടി ഫുഡ് വാങ്ങിച്ചോണ്ട് വരണ്ടെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് അവൻ വാങ്ങിച്ചോണ്ട് വന്നിരിക്കും. എന്റെ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി വരിക്കില്ലെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് അവനത് ചേഞ്ച് ചെയ്തിരിക്കും. പ്രത്യേകിച്ച് അവനെ കുറിച്ചൊന്നും പറയാനില്ല. പിന്നെ അവനൊരു ബാറിൽ ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പെൺപിള്ളേർക്കിടയിൽ ചെറുക്കൻ ഇത്തിരി ഫേമസ് ആണ്. അവൻ ഹാഫ് അമേരിക്കൻ ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമാണ്, നല്ല ഹോട്ടാണ്. അങ്ങനെ അത്രയൊക്കെ ഉള്ളച്ചാ. പ്രത്യേകിച്ച് അവനെ കുറിച്ചൊന്നും പറയാനില്ല എന്ന് പറയും. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ അത് തന്നെ പറയാനെടുത്ത് ഞങ്ങൾ. എന്തുവാടെ ഇത് മറ്റേ പണ്ടത്തെ കോമഡി പോലെ ആയിപ്പോലെ. ഞാൻ പെമ്പിള്ളാരുടെ മുഖത്ത് നോക്കാറില്ല, വയറിന്റെ താഴെ മറുകുള്ള കുട്ടിയല്ലേ, അതുപോലത്തെ അവസ്ഥയായിപ്പോയി. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ള കാര്യം മുഴുവനും പറഞ്ഞു. ഇവൻ ഒന്നുമില്ലെന്ന് പറഞ്ഞ് മൊത്തം കാര്യം പറയുന്നതായിട്ട് അച്ഛന്റെ കിളി വിട്ടു പറയും. എന്റെ പൊന്നുമോനെ ഒന്നുമില്ല തൊട്ട് നീ സർവ്വ കാര്യങ്ങളും പറഞ്ഞല്ലോ. നീ അവനെ കുറിച്ച് ഇങ്ങനെ പറയുന്ന കേട്ടാ നീ അവനെ നല്ല ക്ലോസ് ആണെന്ന് തോന്നുന്നല്ലോ. എന്താന്ന് വെച്ചാൽ സാധാരണ നിന്റെ ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ അവരുടെ പേര് പോലും നിനക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷെ ഇവന് ഡീറ്റെയിൽ ആയിട്ട് ഫാമിലീസിന്റെ കാര്യം വരെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഉറപ്പായിട്ട് നീ ആയിട്ട് നല്ല ക്ലോസ് ആയിരിക്കും. പിന്നല്ലേ, ക്ലോസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അല്ലെ, ഈ രണ്ടുപേരും കൂടെ ഒന്നിച്ചു വെച്ചിട്ട് ഭയങ്കര ക്ലോസ് ആണ്. ബെഡ് പകലാകുമ്പോ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കും, രാത്രിയാകുമ്പോ അടുപ്പിച്ചിടും, അത്രയ്ക്കും ക്ലോസ് ആവും. ക്ലോസ് ആണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ടൈപ്പ് ഭയങ്കര ഷോക്കായിട്ട് എന്ത് ക്ലോസ് ആയി, ഞങ്ങൾ തമ്മിൽ അത്രയും ക്ലോസ് ഒന്നും അല്ല പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ മനസ്സിൽ മറ്റേ കള്ളം ചെയ്യുന്നവർക്ക് പെട്ടെന്ന് പിടിക്കപ്പെടുമെന്നൊരു പേടിയുണ്ടല്ലോ. അത് പറയും അത്ര ക്ലോസ് ഒന്നും അല്ല എന്ന് പറയാം. ഇങ്ങനെ രണ്ടുപേരും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരിങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഇവർ അച്ഛനൊരു റെസ്റ്റോറന്റ് ഉണ്ട് അവിടെ നിന്നാണെങ്കിൽ ആൾക്കാർ ഇവരെ നോക്കിക്കൊണ്ടിരിക്കും. ഉടനെ താൻ പറയും, ഉടനെ ടൈപ്പ് പറയും, എന്തേ കണ്ടോ റെസ്റ്റോറന്റിൽ നിന്ന് ആൾക്കാരൊക്കെ കസ്റ്റമേഴ്സ് ഒക്കെ ഇങ്ങോട്ട് നോക്കും, ചെന്നിൽ പോയി കസ്റ്റമേഴ്സിനെ നോക്കുന്നു പറഞ്ഞ് അച്ഛനെ പറഞ്ഞു വിടും. അങ്ങനെ ഒരു വഴി വീട്ടിലൊക്കെ സെറ്റായിട്ട് മാറി ഇന്ന് നമ്മുടെ താന് ഫോൺ ചെയ്യുവാണ്. വീട്ടിൽ ചെന്ന് ഇത്രയും നേരമായുള്ളല്ലോ, അതിനു മുമ്പ് എന്നെ മിസ് ചെയ്യാൻ തുടങ്ങിയോ എന്ന് താൻ ചോദിക്കുമ്പോൾ പറയും, ചേ ആരാടാ നിന്നെയൊക്കെ മിസ് ചെയ്യാൻ പോകുന്നത്, ഇന്നലെ അല്ലേ നിന്നെ അങ്ങോട്ട് കണ്ടോ, പിന്നെ ഇന്നെങ്ങനെ നിന്നെ ഞാൻ മിസ് ചെയ്യുന്നത് എന്നേക്കും. ഓഹോ അങ്ങനെയാണല്ലേ, അപ്പൊ നീ എന്നെ മിസ് ചെയ്തില്ല, പിന്നെ എന്തിനാ നീ എന്നെ ഫോൺ വിളിച്ചത് എന്ന് ചോദിക്കും. പറയും ഒരുപാട് അങ്ങ് അഹങ്കാരം എടുക്കല്ലേ താനേന്ന് പറയും. അങ്ങനെ രണ്ടുപേരും കൂടെ ഫോണും വിളിച്ച് റൊമാൻസ് ഒക്കെ ആയി. ഫോൺ കട്ട് ചെയ്യുമ്പോ നമ്മുടെ താനാണെ ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ്. താനാണെങ്കിൽ തന്റെ വീട്ടിലാണ്. ഇവനിങ്ങനെ ചിരിക്കുന്ന കണ്ട അനിയത്തി എന്നിട്ട് പറയും, താനേ നീ ഇനി ഇവിടെ നിന്ന് പോകല്ലേ, ഇവിടെ തന്നെ നിൽക്കാവോന്ന് ചോദിക്കും. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, പിന്നെ നീ ഇവിടെ ഉണ്ടെങ്കിലല്ലേ എനിക്ക് പുതിയ പുതിയ പാട്ടൊക്കെ പഠിപ്പിച്ചു തരത്തുള്ളൂ എന്ന് പറയും. അതായത് ഗിത്താർ പ്ലേ ചെയ്യാനായിട്ട് പഠിപ്പിച്ചു തരത്തുള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുമ്പോഴേക്കും താൻ പറയും, മോളെ ഞാനും നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ, എനിക്ക് പോയല്ലേ പറ്റത്തുള്ളൂ, ഇവിടെ തന്നെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിസ്റ്ററിന്റെ പേര് താനിയ എന്നാണ്. ഇങ്ങനെ രണ്ടുപേരും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തോട്ട് നമ്മുടെ താന്റെ ബ്രദർ വരും. ഹേയ് താനിയ, അവൻ നിന്നെ മിസ് ചെയ്യുന്നുണ്ട്, അത് ശരിയാ, പക്ഷെ അതിനെക്കാട്ടി മേലിൽ അവൻ വേറെ എന്തിനെയോ മിസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവൻ പോയേ പറ്റത്തുള്ളൂ നിന്ന് അങ്ങ് പറയും. എന്നിട്ട് താനെ നോക്കി ചിരിച്ചിട്ട് പറയും, എടാ നിനക്ക് അടുത്ത ആഴ്ച ഭയങ്കര ബിസിയാണോ, നീ ഈ ബാൻഡ് എന്ന് പറഞ്ഞ് നടക്കുന്ന അത്രയ്ക്ക് നിനക്ക് ബിസിയാണോ എന്ന് ചോദിക്കും. ബിസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാക്ടീസ് ഒക്കെ ഉണ്ട്, ഞാൻ ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കയറി പറയും നമ്മുടെ താന്. ഇത് കേൾക്കും ബ്രദറിന് ഭയങ്കര സന്തോഷം. ആഹാ, ഇതിനാണോ നീ ഇത്രയും കാണിച്ചത്, അതിനിപ്പോ എന്താ, ഇത് വളരെ നല്ല കാര്യമല്ലേ. ഇത് കേട്ടതും താനും ഉണ്ട് എന്നെ കയറി പറയും, താൻ ചേട്ടൻ ഡേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഇനി ചേട്ടൻ എപ്പോഴാ ഡേറ്റ് ചെയ്യുന്നത്, ചേട്ടൻ 21 വയസ്സായില്ലേ, എത്രയും പെട്ടെന്ന് ഗേൾ ഫ്രണ്ടിനെ വിളിച്ചോണ്ട് വീട്ടിലോട്ട് വാന്ന് പറയും. ഇതെങ്ങാനും നമ്മുടെ വീട്ടിലാ വല്ലതും പറയുന്നെങ്കിൽ മൂത്ത കുഞ്ഞുമായി വലിയ വർത്താനം പറയുന്നു, അപ്പുറത്തോട്ടെങ്ങാൻ പോവാന്ന് പറഞ്ഞ് നല്ല പിച്ചും പിച്ച് വീട്ടിലുള്ളവർ പറഞ്ഞു വിടും. ഈ കൊച്ചിന്റെ ഒരു യോഗം. ബ്രദർ ഇത് കേട്ടത് ആ കൊച്ചിനെ കവിളി പിടിച്ച് കൊഞ്ചിക്കുന്നു. പിന്നെ പുള്ളിക്ക് ഉപകാരമുള്ള കേസ് കേട്ടാണല്ലോ പറഞ്ഞത്, ഗേൾ ഫ്രണ്ടിനെയും കൊണ്ട് വാന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ടായിരിക്കും മേ ബി. എന്നിട്ട് നേരെ താനെ നോക്കിട്ട് പറയും, ഞാൻ അടുത്ത ആഴ്ച സാനെ കാണാൻ പോവാ, നീ ഫ്രീ ആണ് എന്റെ കൂടെ വാന്ന് പറയും. ആഹാ, അതിന് സാനപ്പെടാൻ നാട്ടിൽ വന്നത്, അവൻ വന്നിട്ട് ഇപ്പൊ 2 ആഴ്ചയായി, എപ്പോഴേ വന്ന് നിന്നെ കാണണമെന്ന് പറഞ്ഞോണ്ടേ ഇരിക്കുവായിരുന്നു, നീ വരുന്നെങ്കിൽ വാ, അടുത്ത ആഴ്ച നമുക്ക് പോയി കാണാം, നീ ഫ്രീ ആണേ വാന്ന് പറയും. കുറെ നേരം ആലോചിച്ചിട്ട് താൻ പറയും, എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ വരാന്ന് പറയും. അങ്ങനെ ഇവര് 3 പേരും ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ടൈപ്പിനെയാണ്. ടൈപ്പിന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ഒരു ചിരി വരും. ഇവൻ എന്ത് കുസൃതിയാ ഒപ്പിക്കാൻ പോകുന്നത് പറയാൻ പറ്റത്തില്ലല്ലോ. ടൈപ്പാണ് റെസ്റ്റോറന്റിൽ നിൽക്കുമ്പോഴേക്കും ടൈപ്പിന്റെ കുട്ടിക്കാലത്തുള്ള ഒരു ഫ്രണ്ടിനെ കാണും. ഇവന്റെ പേര് കോ എന്നാണ്. രണ്ടുപേരും കൂടെ സാധാരണ രീതിയിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേക്കും പതുക്കെ നടന്നു പോവാണ്.
അപ്പൊ ഇവരുടെ റെസ്റ്റോറന്റ് ഫോറിനേഴ്സ് ഒക്കെ വരുമല്ലോ, അതിലൊരു ചെറുക്കൻ നമ്മുടെ ടൈപ്പിനെ കണ്ട് നൈസായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇവനിങ്ങനെ വായി നോക്കിയിരിക്കുവാണ്. അവൻ നമ്മളെ നോക്കി വെള്ളം ഇറക്കി ഇരിക്കുവായിരുന്നു. നമ്മുടെ ടൈപ്പിന് മനസ്സിലാവും ഇവനെന്താ പ്രശ്നം, ഇവൻ കുറെ നേരമായിട്ട് എന്നെ നോക്കുന്നുണ്ടല്ലോ, ഇവൻ എന്തിന്റെ സുഖേടാന്ന് പറയുന്നത് കേട്ടതും ഫ്രണ്ട് പറയും, നീ എന്തിനാണ് എല്ലാം ഇങ്ങനെ മോശമായിട്ട് വിചാരിക്കുന്നത്, അവൻ നിങ്ങളുടെ റെസ്റ്റോറന്റിലെ ഗസ്റ്റ് അല്ലേ, ചുമ്മാ അവൻ വെറുതെ നോക്കുന്നയാന്നങ്ങ് എടുത്താ പോലെ, കാഷ്വൽ ആയിട്ട് എടുക്കുക എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര കലിപ്പായിട്ട് ടൈപ്പ് പറയും, എനിക്ക് കലിയാണ് ഇവന്മാരെ പോലുള്ളവരെയൊന്നും എനിക്ക് കാണുന്ന തന്നെ കലിയാണ് എന്ന് പറയും. ഇത് കേൾക്കുമ്പോഴേക്കും ഫ്രണ്ടിന്റെ മുഖമൊക്കെ ഒന്ന് മാറും. കുറച്ചേരം ഇങ്ങനെ മിണ്ടാതെ നിന്നിട്ട് ചിരിച്ചിട്ട് താനെ ടൈപ്പിനെ നോക്കിയിട്ട് പറയും, അതൊക്കെ പോട്ടടാ, ഇന്ന് വൈകിട്ട് റെസ്റ്റോറന്റിൽ പാർട്ടി ഇല്ലേ, നീ വരത്തില്ല, പിന്നെ ഞാൻ വരും, ഉറപ്പായിട്ട് ഞാൻ വരും എന്ന് പറയും. എന്തുകൊണ്ട് ഫ്രണ്ടിന്റെ മുഖം മാറി എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? മേ ബി അവൻ ഗേ ആയിരിക്കും. സ്റ്റോറി പോകുമ്പോ നമുക്ക് നോക്കാം. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന നൈറ്റ് പാർട്ടിയാണ്. നമ്മുടെ ടൈപ്പ് ആണെങ്കിൽ ഒരുങ്ങി സുന്ദര കുട്ടപ്പനായിട്ട് ഷർട്ട് ബട്ടനൊക്കെ ഓപ്പൺ ആക്കിയിട്ട് ഹോട്ടായിട്ട് വന്ന് പാർട്ടിയിലിരിക്കുകയാണ്. പാർട്ടി നടന്നുകൊണ്ടിരിക്കുമ്പോ ഇവനെ കുറച്ചു മുമ്പ് ഒരു ഫോറിനർ നോക്കി വെള്ളവർക്ക് ഇന്നില്ലേ, അയാള് നമ്മുടെ ടൈപ്പിനെ കണ്ടിട്ട് നേരെ ടൈപ്പിന്റെ അടുത്ത് വന്നിട്ട് അങ്ങോട്ട് തുടങ്ങത്തില്ല, കുറച്ചു നേരമായിട്ട് ഞാൻ നിന്നെ നോക്കി തന്നെ നിൽക്കുമായിരുന്നു, നീ ഭയങ്കര ഹോട്ടാണ് എന്ന് പറഞ്ഞ് പുള്ളി അങ്ങോട്ട് ഫ്ലട്ടിങ് അങ്ങോട്ട് തുടങ്ങും. എന്റെ പൊന്നെ ഫോറിനറെ, നീ എവിടെ വന്ന് എന്തുവാ ചെയ്യാൻ പോകുന്നത്, മിക്കവാറും ഇന്ന് ഇയാൾക്ക് വല്ലതും ഒക്കെ കിട്ടും. ടൈപ്പിന്റെ ദേഹത്തൊക്കെ ടച്ച് ചെയ്യാൻ വരുമ്പോൾ ടൈപ്പ് ഭയങ്കര കഴുപ്പായിട്ട് അവൻ വെറുതെ വിടുവോ, ചാടി എന്നിട്ട് ഇയാളുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് അയാളെ പിടിച്ച് തള്ളും. ഇത് കണ്ടത് ഫ്രണ്ട് ഓടി വന്നിട്ട് വഴക്കൊന്നും ഉണ്ടാക്കില്ല എന്നുള്ള രീതിയിൽ സമാധാനിപ്പിച്ച് നമ്മുടെ താൻ ടൈപ്പിനെ വിളിച്ചോണ്ട് നേരെ പാർട്ടി നടക്കുന്ന പുറത്തു വരും. ടൈപ്പാണ് ഭയങ്കര കലിപ്പി നടന്നു വരും. ഓൾറെഡി അവൻ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇഷ്ടമല്ല. അപ്പൊ അവന്റെ അടുത്ത് വാണ്ടഡ് ആയിട്ട് വന്ന് ഫ്ലർട്ട് ചെയ്യുകയാണെങ്കിൽ അവൻ വിടുവോ? ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കലിപ്പിലാണ് വായി വരുന്ന എല്ലാം പറഞ്ഞോണ്ടിരിക്കുക. ഇതുപോലുള്ള ആൾക്കാർ, ഇതുപോലുള്ള വർഗ്ഗം ലോകത്ത് വേണ്ട എല്ലാത്തിനും പുറത്ത് കളയണം. ഇതുപോലുള്ള ആൾക്കാരെ എനിക്ക് ഇഷ്ടമേ അല്ല, എനിക്ക് വെറുപ്പാണ്. അവനെന്നെ തൊട്ടല്ലോ, അവനെന്നെ തൊട്ടപ്പോ എനിക്ക് ഒരുമാതിരി വെറുപ്പാ തോന്നിയത് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ മൊത്തത്തിൽ അടച്ചങ്ങ് കേകളെ അങ്ങ് പറഞ്ഞു ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കുറെ നേരമായിട്ട് ഈ ഫ്രണ്ട് ഇത് കേട്ടിട്ട് കലിയായിട്ട് പറയും, മതി നീ ഒന്ന് നിർത്ത്, ഇതിന്റെ അപ്പുറം നീ ഇനി ഒന്നും പറയണ്ടെന്ന് പറയുമ്പോ, പറഞ്ഞാ നീ എന്തേ, ഇതിനപ്പുറം പറഞ്ഞാ എന്തായി, നീ ചിലപ്പോ പറയുമായിരിക്കും എനിക്ക് പക്ഷാഭേദമാണ്, അതായത് ഇങ്ങനെ ഗേകളെ എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ നീ പറയുമായിരിക്കും, പിന്നെ എനിക്ക് നിന്നോട് വിരോധമൊന്നുമില്ല, അവരുടെ കൂട്ടത്തിൽ ഒരാള് നീ ആവാത്തിടത്തോളം കാലം എനിക്ക് നിന്റെ അടുത്ത് ഒരു ദേഷ്യം ഇല്ല എന്ന് പറയും. ഇത് കേട്ടത് ഫ്രണ്ട് കുറെ നേരം ഉണ്ടായിരുന്നിട്ട് അങ്ങ് ദേഷ്യത്തിൽ അങ്ങ് പറയും, അതെ ഞാനും അവരിൽ ഒരുത്തനാ, ഞാനും ഒരു ഗേ, ഇത്ര നാള് നിന്റെ കൂടെ നടന്ന് നീ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് സങ്കടപ്പെട്ട് ഞാൻ നടന്ന് എല്ലാം ഞാൻ സഹിച്ചു, ഇനി എനിക്കത് സഹിക്കാൻ പറ്റില്ല, ഞാനും അവരിൽ ഒരാൾ തന്നെയാണ്, നീ വിചാരിക്കുന്ന പോലെ ലോകത്തുള്ള ഗേകൾ എല്ലാരും മോശമായിട്ടുള്ള ആൾക്കാരൊന്നും അല്ല, ഞങ്ങളെ നീ ഒന്ന് മനസ്സിലാക്കുക, ഞങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നൊന്നും ഞാൻ നിന്നോട് പറയുന്നില്ല, പക്ഷെ എന്റെ കാര്യം പറയുവാണെങ്കിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ എന്നെ സ്വീകരിച്ച് സ്നേഹിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, നിന്നിൽ നിന്ന് ഞാൻ അത് ആഗ്രഹിക്കുന്നത് ഇത്തിരി കൂടുതലാണെങ്കിൽ സോറി, ഞാനൊരു ഗേ ആയി പോയതിന് സോറിയിടാന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിട്ട് അവൻ അവിടെ നിന്ന് പോകും. ഇവൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന കേൾക്കുന്നത് നമ്മുടെ ടൈപ്പിന് ഷോക്കാണ്. കാരണം ഇത്രയും വർഷം കൂടെ നടന്നിട്ടും അറിയത്തില്ലായിരുന്നു, അവനോട് തന്നെ ഗേകളെ കുറിച്ച് കുറ്റം പറയും, എല്ലാം കൂടെ ഓർത്തിട്ട് ടൈപ്പാണെങ്കിൽ ഒരുമാതിരി ഷോക്കിൽ ഇങ്ങനെ നിൽക്കുക. അയ്യോ ഭയങ്കര ദേഷ്യത്തെ അവനോട് ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞല്ലോ, ഇതെല്ലാം കേട്ടിട്ട് അവൻ സങ്കടപ്പെടത്തില്ലേ എന്ന് ഓർത്തിട്ട് നമ്മുടെ ടൈപ്പിനൊരു സങ്കടമുണ്ട്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് പിറ്റേ ദിവസം റൂമിലാണ്. ടൈപ്പ് എന്ത് ചെയ്യും, ഫോൺ എടുത്തിട്ട് ഫ്രണ്ടിനെ കോൾ ചെയ്യും, പക്ഷെ വിളിച്ചിട്ടൊന്നും ഫ്രണ്ട് കോൾ എടുക്കത്തില്ല. ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ താൻ ഇങ്ങോട്ട് വിളിക്കും, എന്തുണ്ടാ വിശേഷം, നീ പോയിട്ട് 2 ആഴ്ചയല്ല, എന്തൊക്കെയാ അവിടെ നടന്നത്, അതന്നല്ല നീ എന്നെ ഒരുപാട് മിസ് ചെയ്ത് കാണുമല്ലോ, എന്തൊക്കെയാ വിശേഷം പറയുമെന്ന് പറയും. ചെറുക്കൻ വന്ന് ഒലിപ്പിച്ചോണ്ടിരിക്കുക, അവന്റെ മൂഡ് എന്താന്ന് അവനെ അറിയത്തുള്ളൂ. മിസ്സാ മിസ്സും കിസ്സൊന്നും ഞാൻ ചെയ്തൊന്നുമില്ല, പിന്നെ ഇവിടെ ഒരു സംഭവം നടന്നായിരുന്നു, ഞങ്ങളുടെ റെസ്റ്റോറന്റിൽ ഒരു ഫോറിനർ ചെറുക്കൻ വന്ന, ആ ചെറുക്കൻ എന്നെ കണ്ട് വായി നോക്കി ഇരുന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് നീ ഭയങ്കര ഹോട്ടാണെന്നൊക്കെ പറഞ്ഞ് ഫ്ലർട്ട് ചെയ്തെന്ന് പറയും. ഇത് കേൾക്കുമ്പോ നമ്മുടെ ജലസ് ബോയ് താന്റെ മുഖമൊക്കെ മാറി. എന്നിട്ട് അതിന് നീ എന്ത് പറഞ്ഞ്, ഞാനെന്ത് പറഞ്ഞെന്നായിരിക്കും നീ വിചാരിക്കുന്നത്, കണ്ണ് പൊട്ടുന്ന ചീത്ത പറഞ്ഞ് ഞാൻ അവനെ ഓടിച്ചു എന്ന് പറയും. ഇത് കേൾക്കുമ്പോ താന് ഭയങ്കര സന്തോഷമായിട്ട് ചിരി സഹിക്കാനേ വയ്യ, ചിരിച്ചോണ്ട് തന്നെ ഭയങ്കര തമാശക്ക് പറയും, നീ ഭയങ്കര ഹോട്ടാ, നീ എന്തുമാത്രം ഹോട്ടാന്ന് നിനക്ക് അറിയാത്തത് എന്ന് പറയും. ഇങ്ങനെ ടൈപ്പിനായിട്ട് വാട്ടെന്ന് കേൾക്കുമ്പോഴേക്കും ടൈപ്പ് പറയാം, ഞാനെങ്ങനെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ നിന്നെ കാണിച്ചു തന്നേനെ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേക്കും താൻ പറയാം, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നീ എപ്പോഴാ തിരിച്ചു വരുന്നത്, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറയും. ടൈപ്പിന് കളിയാണ്. ടൈപ്പ് നല്ല ചീത്ത പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും. ഇവനിങ്ങനെ ചീത്ത പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുമ്പോൾ താന് ഭയങ്കര ഹാപ്പി ആയിട്ട് താനും ചിരിക്കും. ഫോൺ വിളിക്കുമ്പോഴേക്കും ഭയങ്കര ഗൗരവമായിട്ടൊക്കെ ഇരുന്നെങ്കിലും ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും ടൈപ്പ് തന്നെ പറയും, ഞാനും നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടടാ എന്ന്. ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് കാര്യം, അത് ആ ഫോണിൽ പറഞ്ഞല്ല ഞങ്ങളുടെ ചെറുക്കന് സന്തോഷമാകത്തുള്ളൂ. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് അന്ന് രാത്രി ഒരു ബാറിലാണ്. നമ്മുടെ ചാമ്പാണ് ടെക്നോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴേക്കും അവിടെ ഒരു പെണ്ണ് വരും. ഈ പെണ്ണ് വേറെ ആരുമല്ല, നമ്മുടെ പൂഫയുടെ ഫ്രണ്ടാണ്.
ഈ പെണ്ണ് ചാമ്പിനോട് പറയും നമ്മുടെ ടൈപ്പ് എന്ത് പണിയാ കാണിച്ചത്, പൂഫയ്ക്ക് എന്തുമാത്രം സങ്കടം എന്നറിയാം, അവള് ഭയങ്കര സങ്കടത്തില, ഇങ്ങനൊക്കെ ചെയ്തെങ്കിൽ മര്യാദയ്ക്ക് വന്നൊന്ന് സോറിയെങ്കിലും പറഞ്ഞൂടെ എന്ന് പറയും. ചാമ്പിനാണ് ഇത് കേട്ടിട്ട് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഞാൻ എന്ത് ചെയ്യാനാ നീ പറയുന്നത്, ടൈപ്പിന് പകരം ഞാൻ ചെന്ന് പൂഫയോട് സോറി പറയണോ, അതോ ടൈപ്പിന്റെ കാല് പിടിച്ചിട്ട് പൂഫേനെ എങ്ങനെയെങ്കിലും ഇഷ്ടപ്പെടുമെന്ന് പറയണോ? നീ ഒരു കാര്യം മനസ്സിലാക്കും, നമുക്ക് ആരെയും ഫോഴ്സ് ചെയ്തൊന്നും പ്രണയിക്കാനും സ്നേഹിക്കാനൊന്നും പറയാൻ പറ്റത്തില്ല. അതെല്ലാം അവരവർ ഇഷ്ടമാണ്, അവർക്ക് ഇഷ്ടം തോന്നണ്ടേ. ഈ കാര്യത്തിൽ നീ കൂടുതൽ ഇടപെടണ്ട, നമ്മളെന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്, ഇക്കാര്യം അതുപോലെ അങ്ങ് നൈസായിട്ട് വിട്ടേക്ക് എന്ന് പറയും. ഇത് കേട്ടിട്ട് ഈ പെണ്ണ് കുറച്ചു നേരം മിണ്ടായിരുന്നിട്ട് പറയും, എനിക്ക് നിന്നെ ഇഷ്ടമാണോ എന്ന് പറഞ്ഞാലും അത് മറ്റുള്ളവരുടെ കാര്യമാണോ എന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ ചാമ്പിന് ഭയങ്കര ഷോക്കാണ്, ഭയങ്കര സർപ്രൈസ് ആയിട്ട് പറയും, എന്ത് നിനക്ക് എന്നെ ഇഷ്ടമാണ് എന്നാ, ഇതൊക്കെ എപ്പം നടന്നത്, നിനക്ക് എന്നെ എപ്പോ തൊട്ട് ഇഷ്ടമാണെന്ന് ചോദിക്കും. പറയും, നിന്നെ ഞാൻ എന്ന് കണ്ടോ അന്ന് മുതൽ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നീയാണ് ഇത്ര വർഷമായിട്ട് എന്റെ മനസ്സിലുള്ള എന്താന്ന് കണ്ടുപിടിക്കാതിരുന്നത് എന്ന് പറയും. ഇത് കേൾക്കും ചാമ്പിന് ഒരുമാതിരിയാണ്. കുറെ നേരം മിണ്ടാതിരുന്നിട്ട് പറയും, സോറി ഡി, നിന്നെ ഞാനൊരു ഫ്രണ്ട് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്, ഫ്രണ്ടിന് മേലെ നിന്നെ കാണാനായിട്ട് എനിക്ക് പറ്റത്തില്ല, ഐ എം വെരി സോറി എന്ന് പറയും. ഈ പെണ്ണിന് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. എന്നിട്ട് പറയും, സാരമില്ല, ഇതൊക്കെ എനിക്കറിയാമായിരുന്നു, നീ ഇങ്ങനെ പറയത്തുള്ളെന്ന് അറിയാം, അതാണ് ഞാൻ ഇത്ര നാൾ എന്റെ മനസ്സിലുള്ള എന്താന്ന് നിന്നോട് പറയാഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിട്ട്, നീ ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്നല്ല പറഞ്ഞ, നീ ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യും, ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണങ്ങ് പോവും. പാവുണ്ട് ആ പെണ്ണിന്റെ കാര്യം, നൈസായിട്ടൊന്ന് ഇട്ട് നോക്കിയത്. പക്ഷെ എന്ത് പറയാനാ, മുകേഷ് പറയുന്ന പോലെ ഒത്തില്ല. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുക നമ്മുടെ ടാനിനെയും ടമ്മിനെയാണ്. നിങ്ങൾ മറന്നു കാണത്തില്ലല്ലോ, ഒരു സ്കൂളിൽ പഠിക്കുന്ന ചെറുക്കനും അവനെ എപ്പോഴും കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് സ്കൂളിൽ വരുന്ന ഒരു സീനിയർ ചെറുക്കനെയും കാണിച്ചില്ല. ടമ്മന്തി നേരെ ടാന് മെസ്സേജ് അയക്കും, ഞാനിന്ന് നിന്നെ വിളിക്കാൻ വേണ്ടി വരത്തൊന്നുമില്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, നീ ഒരു കാര്യം ചെയ്യണം, തന്നെ വീട്ടിൽ പൊക്കോ എന്ന് പറയുമ്പോൾ ടാൻ പറയും, ശരി നീ എന്നെ വിളിക്കാൻ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ നോക്കി പൊക്കോളാം, നീ പേടിക്കണ്ടെന്ന് പറയും. എന്നാൽ നമ്മൾ ടമ്മിനാണെങ്കിൽ വേറെ തിരക്കൊന്നുമില്ല, അവനിവിടെ വീട്ടിലാ ഉള്ളത്. ഇന്നാളൊരു ദിവസം ടാന്റെ മുറി നോക്കിയപ്പോഴേക്കും ബ്ലാക്ക് കളറുള്ള പെയിന്റിംഗ് ഒക്കെ കണ്ടില്ലേ, അവന്റെ മുറിയിൽ എന്താ ഉള്ളതെന്ന് അറിയാൻ വേണ്ടി നേരെ വീട്ടിൽ വന്നിട്ട് എന്ത് താക്കോലൊക്കെ തപ്പിയെടുത്ത് അവന്റെ റൂം തുറന്ന് അകത്ത് കയറി നോക്കിയാൽ ഭയങ്കര ഷോക്കാണ്, നിറച്ചും പെയിന്റിംഗ് ആണ്, പക്ഷെ ഫുൾ പെയിന്റിംഗും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ ഇവനോർക്ക് ഇവനിത് എന്ത് പറ്റി ഫുൾ ഇങ്ങനെ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് റൂം മൊത്തത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്ത് ടാനാണെങ്കിൽ വീട്ടിൽ വരും. ടാൻ വീട്ടിൽ വരുമ്പോൾ ടമ്മിന്റെ വണ്ടി ഇരിക്കുന്നതാണ് പറയും, ഇവൻ എന്തോ തിരക്കൊണ്ടെന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ ഇവൻ ഇവിടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വീട്ടിനകത്തോട്ട് കയറി വരുന്ന സമയത്ത് ടമ്മിന് മനസ്സിലാവും ടാൻ വന്നിട്ടുണ്ടെന്ന്. പെട്ടെന്ന് തന്നെ റൂമൊക്കെ ലോക്ക് ചെയ്ത് കാഷ്വൽ ആയിട്ട് ബാത്റൂമിൽ നിന്നൊക്കെ വരുന്ന രീതിയിൽ ഇങ്ങോട്ട് വരും. ഇവനെ കണ്ടതും ടാൻ ചോദിക്കും, നിനക്കെന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് നീ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയും, തിരക്കുണ്ടായിരുന്നു, ഞാൻ പോയ ജോലി പെട്ടെന്ന് തന്നെ തീർന്ന്, എന്നാ ശരി വാ വീട്ടിൽ വരാന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോകുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, നീ പെട്ടെന്ന് വാ നമുക്ക് ഫുഡ് കഴിക്കാന്ന് പറയും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ രണ്ടുപേരും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ റൂമിൽ എന്താ ഇങ്ങനത്തെ പെയിന്റിംഗ് എല്ലാം ഇരിക്കുന്നത്, ഇവനെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള രീതിയിൽ ടമ്മാനെ ടാനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ടമ്മ ഇങ്ങനെ നോക്കുന്ന കണ്ടുകൊണ്ട് ടാൻ ചോദിക്കും, എന്ത് പറ്റി കുറെ നേരമല്ലോ നീ എന്താ എന്നെ തന്നെ നോക്കിയിരിക്കുന്നതെന്ന് ചോദിക്കാൻ പറയും, അല്ല ഞാൻ ഉണ്ടാക്കിയ ഫുഡൊക്കെ നിനക്ക് ഇഷ്ടമാണോ അല്ലോ എന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് പറയും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു, നീ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും എനിക്ക് ഓക്കെ ആണ് എന്ന് പറയും. മനസ്സിലായോ, നീ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അവൻ ഓക്കെ ആണ് എന്ന്. ടമ്മ ഉടനെ ടാനോട് ചോദിക്കും, നിനക്കിപ്പോ ഹോംവർക്കും പഠിക്കാനൊക്കെ കൂടുതലായിട്ടുണ്ടോന്ന് ചോദിക്കും. അങ്ങനെയൊന്നും ഇല്ല, പിന്നെ നീ എന്താ ഇപ്പൊ പടമൊന്നും വരയ്ക്കാത്തത്, പടമൊക്കെ വരയ്ക്കുന്ന പറയും, പഠിക്കാനുള്ളതുകൊണ്ടൊന്നും അല്ല ഞാൻ വരയ്ക്കാത്ത, എനിക്ക് ഭയങ്കര ബോറിംഗ് ആണ്, അതുകൊണ്ടാണ് ഞാൻ വരയ്ക്കാത്തെന്ന് പറയും. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഇനി നിനക്ക് സമയം കിട്ടുമ്പോഴേ നീ പടമൊക്കെ വരയ്ക്കുമ്പോ എനിക്ക് വേണ്ടി വരയ്ക്കും, എനിക്കൂടെ ഒരു പടം വരച്ചതാന്ന് പറയും. ആ ശരി വരച്ചു തരാന്ന് പറഞ്ഞിട്ട് അവനും അതിന് സമ്മതിക്കും. ഇവൻ എന്താ അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഭയങ്കര ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ലേ വരയ്ക്കുന്നത്, അപ്പൊ ഇവൻ എന്തെങ്കിലും ഡിപ്രഷൻ ഉണ്ടെങ്കിലോ ഇവന് വേണ്ടി പടം വരയ്ക്കുമ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ കളറൊക്കെ ചെയ്ത് വരയ്ക്കത്തില്ല, അതിനുവേണ്ടിയായിരിക്കും മേ ബി ചെറുക്കൻ അങ്ങനെ പറഞ്ഞത്, എന്താണെന്ന് അറിയത്തില്ല, കഥ പോകെ നമുക്കറിയാം എന്താ കാര്യമെന്ന്. ഇവിടെ നേരെ സിങ്ങട്ട് ചെയ്ത് കാണിക്കുന്ന നമ്മൾ ടൈപ്പിനെയാണ്. ടൈപ്പ് അവസാനം വീട്ടിൽ നിന്ന് നേരെ തിരിച്ചിങ്ങോട്ട് പോരുവാണ്. അച്ഛനമ്മയോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ചെറുക്കൻ അവിടെ നിന്ന് ഇറങ്ങും. ഇതേ സമയം നമ്മുടെ താനാണെങ്കിൽ വീട്ടിലാണ്. താനിയാക്ക് പിയാനോ എങ്ങനെയാ വായിക്കുന്നതെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുറെ നേരം ഞാൻ വായിച്ചു കഴിയുമ്പോഴേക്കും താനിയെ ചോദിക്കും, ഞാൻ നന്നായിട്ട് വായിക്കുന്നുണ്ടോ അണ്ണാന്ന് ചോദിക്കും. പറയും അതൊക്കെയുണ്ട്, പക്ഷെ നീ ഈ ഭാഗത്ത് തെറ്റിച്ചു എന്ന് പറയും. ഇവരിങ്ങനെ പറയുന്നൊക്കെ കേട്ടോണ്ടാണ് നമ്മുടെ താന്റെ ബ്രദർ അവിടെ ഇരിക്കുന്നത്. ഉടനെ പറയും, അവൻ വെറുതെ പറയുക താനിയ മോളെ, അവൻ പറയുന്നത് നീ കാര്യമൊക്കെ ഉണ്ട്, നീ വായിക്കുന്നതൊക്കെ ശരിയാ, നീ എപ്പോ വായിച്ചാലും സൂപ്പറാണ് എന്ന് പറയുമ്പോഴേക്കും താനിയ പറയും, ഞാൻ തെറ്റായിട്ടാ വായിച്ചെന്ന് എനിക്ക് തന്നെ അറിയാം, നീ എന്നെ ചുമ്മാ സപ്പോർട്ട് ചെയ്യണ്ട, നീ പറയുന്നത് ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് പറയും. ഇവര് മൂന്നുപേരും ഇങ്ങനെ പറയുന്നതെല്ലാം കേട്ടോണ്ടാണ് അച്ഛനും അമ്മ ഇരിക്കുന്നത്. ഇത് കേട്ടത് അച്ഛൻ പറയും, നീ ഒരുപാട് അവളെ കൊഞ്ചിക്കുന്നുണ്ട്, നീ ഭയങ്കരമായിട്ട് കൊഞ്ചിച്ചെന്ന് പറഞ്ഞൊന്നും അവള് മോശമായി പോത്തൊന്നുമില്ല, നീ ഭയങ്കരമായിട്ട് സ്നേഹമുള്ളൊരു ബ്രദറാണ് എന്ന് പറഞ്ഞിട്ട് ബ്രദറിനെ ഇട്ട് കളിയായിക്കൊണ്ടിരിക്കുകയാണ് അനിയത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഫാമിലി ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന കറക്റ്റ് സമയത്ത് നമ്മൾ ടൈപ്പ് എന്ത് ചെയ്യും, താനും മെസ്സേജ് അയക്കും, ഞാൻ വീട്ടിൽ വന്നതെന്ന് പറയും. ഈ മെസ്സേജ് കണ്ടാൽ പിന്നെ നമ്മുടെ ചെറുക്കനോട് ഇരിക്കും. അപ്പൊ തന്നെ ചാടി എഴുന്നേറ്റിട്ട് വീട്ടുകാരോട് പറയും, ഇന്ന് വൈകിട്ട് ഞാൻ ഡിന്നറിനില്ല, ഞാൻ വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് ഭയങ്കര തെറുതിയിൽ ഇറങ്ങി ഓടും. ഇവനിങ്ങനെ ഓടുന്ന കാണുമ്പോൾ തന്നെ അവർക്ക് എല്ലാവർക്കും മനസ്സിലായി ഇവൻ ആരെയോ കാണാൻ പോവാണെന്ന്. പിന്നെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പോകുമ്പോൾ മനസ്സിലാകത്തില്ല
ആരെയോ കാണാൻ പോവാന്നും വേണ്ട. ചെറുക്കൻ അങ്ങനെ പെട്ടെന്ന് തന്നെ നേരെ റൂമിൽ വരും. റൂമിൽ വന്നിട്ട് ഡോറ് തുറക്കുമ്പോഴേക്കും നമ്മുടെ ടൈപ്പ് വന്ന് കുളിച്ചൊരുങ്ങി ഫ്രഷ് ആയിട്ടൊരു വൈറ്റ് ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. താഴെ ഒന്നും ഇട്ടിട്ടില്ല, ഷർട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഈ ഡ്രസ്സിങ്ങിൽ തന്നെ ഒരു വില്ലങ്കം മണക്കുന്നുണ്ടല്ലോ. എന്തിനും തയ്യാറായി വന്ന് നിൽക്കുന്നതൊക്കെ നിൽക്കുവാണ്. ഇനിയിപ്പോ FF കണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നതാണോ എന്നും അറിയില്ല. ടൈപ്പ് ഇങ്ങനെ ഷർട്ട് മാത്രം ഇട്ടോണ്ട് നിൽക്കുന്നത് കാണുമ്പോഴേക്കും താനെയാണെങ്കിൽ ഭയങ്കര കുജലാവാ. ആഹാ, ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ട് തന്നെ അവന്റെ അടുത്ത് വന്ന് നിന്നതും ടൈപ്പ് ഉണ്ടായിരുന്ന പറയും, നീ താമസിച്ച്, ഞാൻ വിചാരിച്ചു ഞാൻ മെസ്സേജ് അയച്ചോണ്ടായിരുന്ന നീ വരുമായിരിക്കുമെന്ന്. ഇത് താനാണ് ടൈപ്പിന് അടിമുടിയൊന്ന് നോക്കിയിട്ട് പറയും, ഞാൻ നിന്നെ ഒരുപാട് പ്രാവശ്യം വിളിച്ചായിരുന്നു, പക്ഷെ നീ ആ ഫോൺ എടുക്കാഞ്ഞത്. അത് തന്നെയല്ല, ഓണർ വിളിച്ചോണ്ട് ഓടി വരാനായിട്ട് ഞാൻ എന്തോ പട്ടിക്കുട്ടിയാണോ എന്ന് ചോദിക്കും. ടൈപ്പാണെങ്കിൽ ചിരിച്ചിട്ട് പറയും, ഓ അതിന് നിനക്കിനി സംശയം കൂടെ ഉണ്ടോന്ന് ചോദിക്കും. താനാണ് ചിരിച്ചോണ്ട് ടൈപ്പിനെ നോക്കി നോക്കി പതുക്കെ ക്ലോസ് ആയി അടുത്ത് വന്നിട്ട് ഷർട്ട് കയറി പിടിച്ചിട്ട് ചോദിക്കും, ഇത് എന്ത് വേഷമാടാന്ന് ചോദിക്കും. പറയും, ഇത് നിനക്കുള്ള വെൽക്കം ഗിഫ്റ്റ് ആണ് എന്ന് പറയും. ആടിസൊക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ചെറുക്കൻ എന്തിനും തയ്യാറായി തന്നെ നിൽക്കുവാണ്. ഇത് കേട്ടപ്പോൾ നമുക്ക് ഹാപ്പി ആയതുപോലെ തന്നെ നമ്മുടെ താനും ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചിട്ട് പതുക്കെ ടൈപ്പിനടുത്ത് വന്നിട്ട് ടൈപ്പിന്റെ ഇടുപ്പിൽ പിടിച്ച് പതുക്കെ അടുപ്പിച്ചിട്ട് പറയും, ഗിഫ്റ്റ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ നീ ഒരു കാര്യം മറന്നുപോയി എന്ന് പറയും. മറന്നുപോയിന്നോ? എന്ത് കാര്യമാടാ മറന്നുപോയത് എന്ന് ചോദിച്ചതും താൻ എന്ത് ചെയ്യും, ടൈപ്പിനെ സോഫ്റ്റ് ആയിട്ട് കിസ് ചെയ്യും. ടൈപ്പിനും ഭയങ്കര ഹാപ്പി ആയിട്ട് അവനും ബാക്ക് കിസ് ചെയ്യും. ഇപ്പഴാണ് നമുക്ക് സന്തോഷമായത്. അങ്ങനെ പതുക്കെ രണ്ടുപേരും കൂടെ സോഫ്റ്റ് ആയിട്ട് കിസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ടൈപ്പ് കൊണ്ട് എന്ത് ചെയ്യും, താനെ പതുക്കെ തള്ളി മാറ്റിയിട്ട് പറയും, ഞാനൊന്നും മറന്നിട്ടൊന്നുമില്ല, നീ താമസിച്ചല്ലേ വന്നത്, അതിനുള്ള പണിഷ്മെന്റ് ആണ് എന്ന് പറയും. താനൊന്നെ ചിരിച്ചിട്ട്, ഓ അങ്ങനെയാണോ, താമസിച്ച് വന്നതിന് സോറിയടാന്ന് പറഞ്ഞിട്ട് വീണ്ടും ചെന്ന് കിസ് ചെയ്യും. നമ്മുടെ ടൈപ്പ് വിടുവോ, ടൈപ്പും ബാക്ക് കിസ് ചെയ്യും. അങ്ങനെ പിള്ളേര് ഭയങ്കര ക്യൂട്ടായിട്ട് കിസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരാഴ്ച മിസ് ചെയ്തല്ലേ, പിള്ളേര് കിസ് ചെയ്യട്ടെ, ചുമ്മാ കണ്ണു വെക്കല്ലേ. അങ്ങനെ രണ്ടുപേരും കൂടെ കിസ് ചെയ്തത് കണ്ടിന്യൂ ആയി ഏത് ലെവലിൽ പോകും നമുക്കറിയാലോ. നിന്ന് കിസ് ചെയ്തും അടുത്തിട്ടായിരിക്കും പിന്നെ പോയി ബെഡിൽ കിടന്ന് കിസ് ചെയ്യും. കിസ്സിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിസ് തുടങ്ങിയ കാര്യം ഇവിടെ പോയി തീരുമെന്നറിയാലോ. അങ്ങനെ പിള്ളേർ പരിപാടിയെല്ലാം നല്ല നൈസായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാണ്. ഇവിടെ നേരെ സീൻ കട്ടിയത് പിറ്റേഴ്സ് ആണ്. നമ്മുടെ ടൈപ്പിന്റെ അച്ഛനാണെങ്കിൽ ടൈപ്പിനെ കാണാൻ വന്നിട്ടുണ്ട്. ടൈപ്പ് ഉടനെ അച്ഛനെ കാണാൻ വേണ്ടി പോകുമ്പോഴേക്കും താന് ഭയങ്കര സങ്കടമാണ്, അവൻ ഒറ്റയ്ക്കിട്ടിട്ട് പോവല്ലേ. ഉടനെ ടൈപ്പ് പറയും, സത്യം പറഞ്ഞ അച്ഛൻ നിന്നെയും കാണണമെന്ന് പറഞ്ഞായിരുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്കും താന് ഭയങ്കര ഹാപ്പിയാണ്. ഉടനെ പറയും, നീ ഒരുപാടൊന്നും വിചാരിക്കണ്ട, എന്റെ റൂംമേറ്റ് ഏതാണ്, അയാളെ കാണണമെന്ന് അച്ഛൻ പറഞ്ഞതെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ താന്റെ മുഖമൊക്കെ മാറ്റി പറയും, നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്ന് നിനക്ക് അച്ഛനോട് പറയാൻ മേലായിരുന്നോ എന്ന് ചോദിക്കും. പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു, ഞാൻ ആലോചിച്ചായിരുന്നു, പിന്നെ വിചാരിച്ച് വേണ്ട, നമ്മുടെ കാര്യങ്ങൾ എന്തിനാ മറ്റുള്ളവർ അറിയുന്നത്, ആരും അറിയാതിരിക്കുന്നതല്ലേ നല്ലത്, ആൾക്കാർ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എന്ത് വ്യത്യാസമാടാ ഉള്ളത് എന്ന് ചോദിക്കും. അത് ശരി, അവരുടെയൊക്കെ നാട്ടിലെന്ന് വെച്ചാൽ ആരെങ്കിലും ഒക്കെ അറിഞ്ഞില്ലെങ്കിലാണ് അവർക്ക് നാണക്കേട്, നമുക്കൊക്കെ ആരെങ്കിലും അറിയൂ എന്നുള്ളതാണ് നാണക്കേട്. എന്നാ ഇനി അങ്ങനെയൊക്കെയാണ് നമ്മുടെ കൺട്രിയൊക്കെ വന്നു. അപ്പോഴേക്കും നമ്മളൊക്കെ മൂക്കി പല്ല് വരുമെന്ന് എനിക്ക് തോന്നുന്നു. ആരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എന്തോ വലിയ വ്യത്യാസം ടൈപ്പ് പറയുന്ന കേട്ടത് എന്താ പറയും, നിനക്കതിൽ വലിയ വ്യത്യാസമൊന്നും കാണത്തില്ല, പക്ഷെ എനിക്കെല്ലാരും അറിയണം, നീ എന്റെ ആണെന്ന് എല്ലാവരും പറയണമെന്നാ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിട്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ രണ്ടുപേരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ വരും. നമ്മൾ ടൈപ്പിനെന്ന് പറയുന്നത് ഒരു പ്രത്യേകതര ഈ വേവിക്കാത്ത ഫുഡുകളൊക്കെ ഇഷ്ടം. താനാണെങ്കിൽ അതൊന്നും ഇഷ്ടമേ അല്ല. താൻ ഇതൊക്കെ സഹിച്ച് ടൈപ്പ് വാരിത്തരുമല്ലേ എന്നും പറഞ്ഞ് ഭയങ്കര കടിച്ചു പിടിച്ചിങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇതുപോലത്തെ രീതിയിലുള്ള ഫുഡൊന്നും താൻ ഒട്ടും ഇഷ്ടമേ അല്ല. അങ്ങനെ സഹിച്ച് ഒരുമാതിരി ഫുഡൊക്കെ കഴിച്ചിട്ട് രണ്ടുപേരും കൂടെ ഷോപ്പിങ്ങിന് വന്നിരിക്കുവോ. എന്താന്ന് വെച്ചാൽ ബെഡ്ഷീറ്റ് വാങ്ങാനാ വന്നു. ഇവർ ഒരു വട്ടം വന്നില്ല, ആ ഷോപ്പിൽ തന്നെ വന്നത്. ആ കടയിലോട്ട് കയറിയത് താൻ എന്ത് ചെയ്യും, ടൈപ്പിന്റെ കൈ പിടിക്കും. എന്തുവാടാ നീ കാണിക്കുന്നത്, എന്തിനാ കൈ പിടിക്കുന്നത്, ആൾക്കാരൊക്കെ കണ്ടാലോ, ഇന്നാളെ തെറ്റിദ്ധരിച്ച പോലെ വീണ്ടും തെറ്റിദ്ധരിക്കാനാണോ എന്ന് ചോദിക്കും. താനാണ് ചിരിച്ചോണ്ട് തന്നെ പറയും, അതിന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാനൊന്നും പറഞ്ഞില്ല, അവര് തന്നെ എന്തൊക്കെയാ പറഞ്ഞ, പിന്നെ ഈ പ്രാവശ്യം എന്തായാലും പറയാണ്, എനിക്കതിൽ ഉത്തരവാദിത്വം ഒന്നുമില്ല എന്ന് പറയും. ഇത് രണ്ടും ഒന്നല്ലേ, കഴിഞ്ഞ പ്രാവശ്യം അവര് തന്നെ പറഞ്ഞു, ഇത്തവണ അവരെന്തെങ്കിലും പറയണേ ഇവനതിൽ ഉത്തരവാദിത്വം ഇല്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഉത്തരവാദിത്വം ഇല്ല, ഇതിന് ഉത്തരവാദിത്വം ഇല്ല, പക്ഷെ അവൻ കൈ കയറി പിടിക്കും. എന്റെ പൊന്ന് താനേ, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ, കഴിഞ്ഞ പ്രാവശ്യം അവര് തന്നെ പറഞ്ഞു, ഇത്തവണ ഇവൻ കയ്യിലൊക്കെ കയറി പിടിച്ച് ആക്ഷൻ കാണിച്ച് അവരെ കൊണ്ട് പറയിപ്പിക്കും, പക്ഷെ അവന് ഉത്തരവാദിത്വം ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം അവന് ഉത്തരവാദിത്തം, ഈ പ്രാവശ്യം അവന് ഉത്തരവാദിത്തം ഇല്ല. ഇത് കേട്ടപ്പോ എനിക്കൊരു കോമഡി ഓർമ്മ വന്നു. അതായത് ഭർത്താവിന് ഭാര്യനെ ഭയങ്കര സംശയമാണ്. എന്റെ ഭർത്താവിന് തന്നെ ഭയങ്കര സംശയമാണ്. അയാളൊരു സംശയം, എനിക്ക് അയാളോട് ജീവിക്കാനേ പറ്റത്തില്ല. എന്താ അയാൾക്ക് ഇത്ര സംശയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 12 മണി കഴിഞ്ഞാൽ എന്റെ ഫോണിലോട്ടൊരു കോള് വരാൻ പറ്റില്ല, അയാൾ വീട്ടിലില്ലാത്തപ്പോൾ മറ്റൊരാണുങ്ങൾക്ക് എന്റെ വീട്ടിൽ വരാൻ പറ്റത്തില്ല, ഒരാൾക്കും എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റത്തില്ല, എനിക്കൊരു അന്യാളുടെ വണ്ടി കയറി പോകാൻ പറ്റത്തില്ല, അയാൾക്ക് എന്നെ ഭയങ്കര സംശയമാണ്. അതുപോലെ ഇവന്റെ കാര്യം. ഞാൻ എന്തിനാ ഇപ്പൊ ഇത് പറഞ്ഞെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. അത് എനിക്ക് തന്നെ അറിയത്തില്ല, ഒരു ഫ്ലോയിൽ വന്നേ, പിന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ കഥയ്ക്ക് വരാം. നമ്മുടെ പിള്ളേർ രണ്ടുപേർ
രണ്ടുപേരും കൂടെ ഷോപ്പിങ്ങിന് ബെഡ്ഷീറ്റ് വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. താനാണ് ക്രിഞ്ചിത്തനൊക്കെ ഓരോന്ന് കാണിച്ചോണ്ടിരിക്കുക. ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ തമാശ പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുമ്പോ ആ പഴയ സ്റ്റാഫ് തന്നെ വരും. വന്നിട്ട് ചോദിക്കും, നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കും. ഇവരെ കാണുമ്പോ തന്നെ നമ്മുടെ താനും ഭയങ്കര ഹാപ്പിയാണ്. എന്നിട്ട് പറയും, ഇതൊക്കെ പുതിയ കളക്ഷൻസ് ആണ്, നിങ്ങൾ വേണമെങ്കിൽ ഇരുന്ന് നോക്കിക്കോളൂ എന്ന് ചോദിക്കുമ്പോ താനുണ്ടെന്നെ പറയും, എന്തിനാ ഇരുന്ന് നോക്കുന്നത്, ഞങ്ങൾ വേണേ കിടന്നേ നോക്കാന്ന് പറയും. ഇത് കേൾക്കുമ്പോ ആ സ്റ്റാഫിനും ഭയങ്കര ചിരിയാണ്. എന്നിട്ട് പറയും, ഞങ്ങൾ പുതിയ വീട്ടിലോട്ട് മാറി അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങാൻ വന്നതാണ് എന്ന് പറയുമ്പോഴേക്കും സ്റ്റാഫ് പറയും, ഓ അങ്ങനെയാണെങ്കിൽ പുതിയൊരു ബെഡ് വന്നിട്ടുണ്ട്, റബ്ബറിന്റെ ആണ്, നല്ല കട്ടിയുള്ളതാണ്, 2 ബോയ്സിന്റെ വെയിറ്റ് ഒക്കെ അതിന് താങ്ങും, ഒട്ടും സൗണ്ടും കേൾക്കത്തില്ല എന്ന് പറയാം. അയ്യോ ഇവര് BL ഫാനാന്ന് എനിക്ക് തോന്നുന്നു, ഇത്ര പച്ചക്ക് പറഞ്ഞു കളഞ്ഞല്ലോ. അങ്ങനെ പിള്ളേർ രണ്ടും കൂടെ സാധനം എല്ലാം വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ താനൊരു കോള് വരും. അവന്മാറിന്ന് കോൾ എടുക്കുമ്പോ വിളിച്ചിരിക്കുന്ന വേറെ ആരുമല്ല, താന്റെ ബ്രദറിന്റെ ഫ്രണ്ടാണ് സാൻ. കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞില്ലായിരുന്നോ, സാൻ തിരിച്ചു വന്നത് നീ ഫ്രീ ആണെങ്കിൽ വാടാ നമുക്ക് അവനെ പോയി കാണാന്ന് പറയില്ലേ, അയാളാണ് വിളിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയും, എന്താ വിളിച്ചെന്ന് ചോദിക്കാൻ പറയും, നിന്നെ ഒന്ന് കാണാന്ന് വെച്ച് വിളിച്ചേ, പക്ഷെ നീ അല്ലേ ഭയങ്കര ബിസി, പിന്നെ പറ നിന്റെ ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റാ വേണ്ടതെന്ന് ചോദിക്കുമ്പോ ഞാൻ പറയും, ഗിഫ്റ്റോ, എനിക്ക് പ്രത്യേകിച്ച് ഗിഫ്റ്റ് ഒന്നും വേണ്ടാന്ന് പറയും. ഇപ്പൊ വേണ്ടാന്ന് പറയട്ടെ, ഞാൻ എന്തെങ്കിലും വാങ്ങിട്ട് വരുമ്പോ പിന്നെ അത് ഇഷ്ടപ്പെട്ടില്ല എന്നൊന്നും പറയല്ല, എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങുമെന്ന് പറയും. ഈ കാണാത്ത ബ്രദറിന്റെ ഫ്രണ്ട് ഇത്തിരി പ്രശ്നമാവുന്നാണല്ലോ തോന്നുന്നത്. കൂട്ടുകാരന്റെ അനിയന്റെ ബർത്ത്ഡേ ഓർത്ത് വെച്ച് അവൻ എന്ത് ഗിഫ്റ്റ് വേണമെന്ന് ആലോചിക്കുന്ന ഒരു ഫ്രണ്ട് അത്ര ശരിയല്ലല്ലോ. ഇവിടെ നേരെ സീങ്കട്ടേന്ന് അന്ന് നൈറ്റ് താനും ടൈപ്പ് റൂമിൽ ഇരുന്നിങ്ങനെ ചുമ്മാ ഫോണിലൊക്കെ കളിച്ച്, ടൈപ്പാണ് ലാപ്ടോപ്പിലൊക്കെ ഇങ്ങനെ കളിച്ച് FBയിലൊക്കെ കയറിയിരിക്കുമ്പോഴാണ് താന്റെ ബർത്ത്ഡേ ആണ് അടുത്ത ആഴ്ച എന്ന് അറിയുന്നത്. ഇത് കേട്ടത് കൊണ്ട് തന്നെ ടൈപ്പ് വെക്കും, നീ നിന്റെ ബർത്ത്ഡേ ഒന്ന് ഫ്രീ അല്ലേന്ന് ചോദിക്കാൻ പറയും, ഞാൻ ഫ്രീ ആണ്, രാവിലെ വരെ ഫ്രീ ആണ്, പക്ഷെ നൈറ്റ് വീട്ടിൽ ചെല്ലണം, അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. വീട്ടിൽ പോവാന്നോ, നീ എങ്ങനെ ബർത്ത്ഡേ അന്ന് വീട്ടിൽ പോയാൽ ശരിയാകുന്ന, അപ്പൊ നീ ആരോടെങ്കിലും റിലേഷൻഷിപ്പ് ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ പറയും. അതിനെന്താ, എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ എന്റെ ബർത്ത്ഡേ അന്ന് ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിനെ വീട്ടിലോട്ട് കൊണ്ടുപോകും എന്ന് പറയുന്ന കേൾക്കുമ്പോഴേക്കും ടൈപ്പിന്റെ മുഖമൊക്കെ മാറി ഷോക്കായിട്ട് ഇവനെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് വയ്ക്കും, ബോയ് ഫ്രണ്ടിനെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്നു, അതൊക്കെ എങ്ങനെയാടാന്ന് ചോദിക്കും. പറയും, അതൊന്നും കുഴപ്പമൊന്നുമില്ല, എന്നെ കുറിച്ച് എല്ലാ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അറിയാം, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഞാൻ ഒരു ഗേ ആണെന്നറിയാം, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഈ വർഷം എന്റെ ബർത്ത്ഡേക്ക് നീ എന്റെ കൂടെ വീട്ടിലോട്ട് വാന്ന് പറയും. ഒരു കാര്യം ചെയ്യും, എന്റെ ഈ വർഷത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് നീ എന്റെ കൂടെ വീട്ടിൽ വാന്ന് പറയുമ്പോഴേക്കും ടൈപ്പ് ഭയങ്കര ഷോക്കായിട്ട് പറയും, വീട്ടിലോ, ഞാനൊന്നും വരത്തൊന്നുമില്ല, നീ ഒരു ഗേ ആണെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നെപ്പോലെ ഒരു കാഷ്വൽ ലവറൊക്കെ എങ്ങനെ അവര് കാണുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും താൻ പറയും, കാഷ്വൽ ലവറോ, നീ ഇപ്പൊ എന്റെ കാഷ്വൽ ലവർ അല്ല, ബോയ് ഫ്രണ്ട് ആണ് എന്ന് പറയും. ഈ ടൈപ്പ് എന്തൊക്കെയാണ് പറയുന്നത്, ഇവനല്ലേ ഇവന് ഇഷ്ടമാണെന്ന് പറഞ്ഞ പിന്നെ കാഷ്വൽ ലവറിൽ തന്നെ കിടക്കുവാണല്ലോ ഇവൻ. ചുമ്മാ ഗുജാല് മാത്രമേ ഉള്ളൂ മനസ്സിൽ ചെറുക്കന്റെ. താനുടനെ ടൈപ്പേ, നീ ഒരു കാര്യം മനസ്സിലാക്കും, നീ ഇപ്പം എന്നെ കാഷ്വൽ ലവറല്ല, നീ എൻ്റെ ബോയ് ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞിട്ട് പതുക്കെ വന്ന് ടൈപ്പിന്റെ കയ്യിൽ ഇങ്ങനെ കിസ് ചെയ്യും. ഉടനെ ടൈപ്പ് തട്ടി മാറ്റിയിട്ട്, എടാ മാറ്, നമുക്ക് സംസാരിക്കണം, നീ പറ, നിനക്ക് ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റാ വേണ്ടതെന്ന് ചോദിക്കുമ്പോഴേക്കും താൻ എന്ത് ചെയ്യും, പാവമായിട്ട് മുഖം വെച്ചിട്ട് ടൈപ്പിനെ ഒന്ന് ഹഗ് ചെയ്ത് ഇങ്ങനെ കയ്യിലോട്ട് ഇങ്ങനെ കിടന്നിട്ട് പറയും, ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞായിരുന്നു എനിക്ക് എന്ത് ഗിഫ്റ്റാ വേണ്ടതെന്ന്, പക്ഷെ നീ ഞാൻ ശ്രദ്ധിക്കാഞ്ഞത് എന്ന് പറയും. എന്നിട്ട് നേരെ എഴുന്നേറ്റ് നമ്മൾ ടൈപ്പിന് കിസ് ചെയ്തിട്ട് പറയും, എനിക്ക് നിന്നെയാടാ വേണ്ടതെന്ന് പറയും. ടൈപ്പ് കുറെ നേരം താനെ നോക്കി എന്നിട്ട് തിരിച്ച് കിസ് ചെയ്തിട്ട് പറയും, ഞാൻ എപ്പോഴും നിന്റെ ആടാന്ന് പറയും. അത് ശരി, ഈ ഒരു ഡയലോഗ് മതിയല്ലോ, കൊളുത്തി വിട്ടിട്ടുണ്ടല്ലോ ടൈപ്പ്. ഉടനെ തന്നെ താൻ എന്ത് ചെയ്യും, നേരെ വന്ന് ടൈപ്പിന്റെ ലിപ്പിൽ കിസ് ചെയ്യും, ടൈപ്പും തിരിച്ച് കിസ് ചെയ്യും. അങ്ങനെ രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് കിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, പിള്ളേർ ഭയങ്കര ഹാപ്പി ആയിട്ട് റൊമാൻസ് ചെയ്യുന്നിടത്ത് വെച്ച് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തിയേക്കാം. കുറച്ചും കൂടെ വെക്കായിരുന്നു എന്ന് എൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ, അവർ കട്ട് ചെയ്ത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.